സന്താനപുഷ്ടിയുള്ളവരാകുവിൻ എന്നല്ലേ ദൈവം ആദ്യ മനുഷ്യനോട് കൽപ്പിച്ചത്? അപ്പോൾ വിവാഹം കഴിക്കാത്തവർ ദൈവകൽപ്പന ലംഘിക്കുന്നവരാണോ? വിവാഹം കഴിച്ചിട്ടും സന്താന ഉൽപാദനക്ഷമതയില്ലാത്തവരും നിയമലംഘകരാണോ? പെറ്റുപെരുകുക എന്ന് മാത്രമല്ല കൽപ്പന, ഭൂമിയെ കീഴടക്കുക, അധീനപ്പെടുത്തുക എന്നുകൂടിയുണ്ട്. ഇതിന് വിവാഹം നിർബന്ധമല്ല. യേശു വിവാഹിതനായിരുന്നില്ല, നിയമലംഘകനായിരുന്നു. നിയമം പൂർത്തിയാക്കാനാണ് അവിടുന്ന് വന്നത്. യേശു തന്നെ 3 തരത്തിലുള്ള ഷണ്ഡന്മാരുടെ കാര്യം പറയുന്നുണ്ട്. ജന്മനാ ഷണ്ഡനായിരിക്കുന്നവർ, അവർക്ക് സന്താന ഉൽപാദന ശക്തിയില്ല. അവരുടെ കുറ്റം കൊണ്ടല്ല. മറ്റുള്ളവരാൽ ഷണ്ഡരാക്കപ്പെടുന്നവർ, പല കാരണങ്ങളാൽ നിർബന്ധിച്ച് മനുഷ്യരെ ഷണ്ഡരാക്കുന്നവരുണ്ട്. അവരും കുറ്റക്കാരല്ല. ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട്. യേശു പറയുന്നത്, ദൈവരാജ്യത്തെ പ്രതി സ്വയം ഷണ്ഡന്മാരാക്കുന്നവർ, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഷണ്ഡത്വം സ്വീകരിക്കുന്നവരുണ്ട്. ദൈവരാജ്യത്തെ പ്രതി കൂടുതൽ സ്വതന്ത്രരായ ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കാനും സേവിക്കാനും വേണ്ടി ബൗദ്ധികമായും ആശയപരമായും മറ്റെല്ലാ വിധത്തിലും ഈ ഭൂമിയെ അധീനപ്പെടുത്തുവാൻ, സകല തരത്തിലുള്ള തിന്മകളിൽ നിന്ന് ഭൂമിയെ മനുഷ്യരെ മോചിപ്പിക്കുവാൻ സ്വയം ത്യജിച്ചുകൊണ്ട്, പലതും വേണ്ടെന്ന് വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിതരാകുന്നവരുണ്ട്. ഭൂമിയെ അധീനപ്പെടുത്തുന്നതിന് അവർ നൽകുന്ന സംഭാവന വളരെ വലുതാണ്. അവരൊന്നും നിയമലംഘകരല്ല, ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവർ തന്നെയാണ്.